വർക്കല പാപനാശം തീരത്ത മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്ത് വിദേശവനിത ശ്രദ്ധേയയാകുന്നു. ക്ലീൻ വർക്കല പദ്ധതി ശ്രദ്ധയിൽപ്പെട്ട ജർമ്മൻ സ്വദേശിനി ജെനിഫറാണ് മാലിന്യ പരിപാലനത്തിൽ മാതൃകയാകുന്നത്. വർക്കല പാപനാശം തീരത്തെ മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്ത് വിദേശ വനിത ശ്രദ്ധേയയാകുന്നു. ക്ലീൻ വർക്കല പദ്ധതി ശ്രദ്ധയിൽപ്പെട്ട ജർമ്മൻ സ്വദേശിനി ജെന്നിഫറാണ് മാലിന്യ പരിപാലനത്തിൽ മാതൃക കാട്ടി ജനശ്രദ്ധ ആകർഷിച്ചത്. പാപനാശം തീരദേശ ടൂറിസം പരിധിയിലെ മാലിന്യങ്ങൾ ചാക്കിൽ ശേഖരിച്ച് തരംതിരിച്ച് നീക്കം ചെയ്യുകയാണ് ജെന്നിഫറും കൂട്ടാളികളും. വർക്കല ക്ലീൻ പ്രോജക്ട് അപ്പം എനിക്ക് തോന്നി ഇതൊരു നല്ല ഐഡിയ ആണ്. കാരണം കേരളത്തിൽ എല്ലായിടവും ഒത്തിരി വേസ്റ്റ് കാണുന്നു. ഈ ഒരു എഫിഷ്യന്റ് വേസ്റ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നി അടിപൊളി, എനിക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യണം, ജോലി സഹായം ചെയ്യണം. അപ്പോൾ മലയാളി കൂട്ടുകാരോട് കൂടി ടൂറിസ്റ്റ് കൂടി ഇത് ക്ലീനിങ് ആക്ഷൻ ചെയ്തു. അവരെ അപകടമുണ്ട്, പക്ഷെ അവരെ പോയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കിട്ടി. ഇപ്പോ നമ്മളുടെ ജോലിയാണ്. കാരണം പ്രകൃതി എല്ലാവരും നമ്മളുടെ പ്രകൃതി നശിപ്പിക്കുന്നു. ഇത് കഷ്ടം. എനിക്ക് സന്തോഷമില്ല. ഈ ഒരു ചേഞ്ച് വേണം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന നിലയിൽ അഭിമാനിക്കേണ്ടതില്ല എന്നും മറിച്ച് മാലിന്യത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നതാകും ശരിയെന്നും ഇവർ തുറന്നു പറയുന്നു. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ദൈവത്തിന്റെ വേസ്റ്റ് ഉണ്ടോ? ആണോ? അല്ല, വേസ്റ്റ് ഇല്ല. പേര് ഇത് പീപ്പിൾ വേസ്റ്റ് ആണ്. പീപ്പിൾ അതുകൊണ്ട് ഇത് ഒരു വൺ ഡേ പ്രോജക്റ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നി എല്ലാ വർഷം ഇത് ചെയ്യണം. പക്ഷെ ഇത് തീരുമ്പോൾ പിന്നെ പേര് continuation, throwing the waste. ഇത് കഷ്ടം. ക്ലീനിങ് ചെയ്യാൻ നമ്മളുടെ കടമകൾ ആണ്. പൊല്യൂഷൻ ചെയ്യുന്നില്ല നമ്മളുടെ കടമകൾ ആണ്. എല്ലാവരും സഹായം ചെയ്യാൻ. better world is possible. പറ്റും. better world, better കേരള. ദൈവത്തിന്റെ സ്വന്തം നാട് പറ്റും. തിരുവനന്തപുരം കവടിയാറിൽ വർഷങ്ങളായി സ്ഥിരതാമസമാക്കിയ ഇവർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ സ്കൂളിലെ ജർമ്മൻ ടീച്ചറായാണ് സേവനമനുഷ്ഠിക്കുന്നത്. ക്രിസ്തുമസ് അവധി ആഘോഷിക്കുവാൻ വർക്കല പാപനാശത്തെത്തിയതാണെന്നും തീരത്തെ ശുചിത്വമില്ലായ്മ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പങ്കാളിത്തപരമായ ഇടപെടലിലൂടെ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചതെന്നും ഇവർ പറയുന്നു. ആറ്റിങ്ങിൽ അവിടെ ചെയ്യുന്ന വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ കറക്റ്റായിട്ട് കേരളത്തിലുള്ള ഒന്ന് ജസ്റ്റ് പഠിക്കാനെങ്കിലും ശ്രമിക്കണം. ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ 100 വാർഡുണ്ട്. പക്ഷെ 100 വാർഡ് നമ്മൾ എടുത്തിട്ട് നമ്മൾ പറ്റത്തില്ല, ഇവിടെ 28 വാർഡേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കളയുന്നതിന് പകരം അതിനൊരു 4 ക്ലസ്റ്ററായിട്ടും എല്ലാം തിരിച്ചിട്ട് അത് നടപ്പിലാവുന്ന രീതിയൊക്കെ നമ്മൾ നടക്കുകയും അതൊന്ന് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുകയും വേണം. ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള ഈ സക്സസ്ഫുൾ മോഡൽസ് ഇവിടെ ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ ഈ പരാജയങ്ങൾ മാത്രം പറഞ്ഞിട്ട് വിളപ്പിശാല മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഇവിടെ വിജയിച്ച കുറെ കാര്യങ്ങളുണ്ട്. വിജയിച്ച കാര്യങ്ങളും വരണം. ഏതാനും ദിവസങ്ങൾ വർക്കലയിൽ ചെലവഴിച്ച ശേഷം ജനുവരി 9 ശംഖുമുഖം ബീച്ചിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നാട് എറണാകുളം ജില്ലയിലാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ വർക്കല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷെ ഈ വേസ്റ്റ് കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചാൽ വേസ്റ്റ് ഇടാൻ ഒരു ബിന്നും വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ബോട്ടിൽസ് ഇടാനെങ്കിലും അത് ബോട്ടിൽസ് പറക്കാനവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടുത്തെ പഞ്ചായത്തിന് മുൻകൈ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്താൽ വളരെ നന്നായിരിക്കും. പ്രകൃതിയിലേക്ക് പിൻവാങ്ങി ആവാസ വ്യവസ്ഥകളുടെ താളപ്പുരുന്ന കാത്തുസൂക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഈ പരദേശി മുന്നറിയിപ്പ് നൽകുന്നു. My name is Nancy Mayer and I'm from the United States. This is my second time to Varkala. I think it is very, very beautiful. We are visiting family. We have some family from France, some from America. Yesterday I was sitting over on the south shore and, well, no, it wasn't yesterday, it was Christmas. And I saw a man down at the beach. He was drinking a big bottle of beer. Big bottle. Tonk, 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 tonk. Gets done, just tosses it into the waves. And I'm like, oh. And I saw from the restaurant, and it was driving me crazy watching this bottle just float in the water. So I went out, and I got a bag that was buried in the sand. And I took the bottle, put it in the bag, saw another glass bottle, put it in the bag, saw 3 plastic water jugs, put it in the bag. And people kind of laughed at me. But this is such a beautiful place. And it's so gorgeous. To ruin it by just throwing trash it would be a shame. No, this is the most beautiful country, but we want to keep it that way.
തികച്ചും കേരളീയ തനിമ പുലർത്തുന്ന ഇവർ മലയാള ഭാഷ അനായാസേന കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല ഗാനഗന്ധർവൻ യേശുദാസിന്റെ പാട്ടുകളും ജെന്നിഫറിന് ഹൃദ്യമാണ്. ഇലങ്ങി പൂമാനം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അതു പടരുന്നു. ഇത് വേസ്റ്റിൽ കണ്ടു. ഇത് ഒരു ഇന്ത്യ ഇത് വിട്ട് കൊണ്ടുപോകണം. ഇത് വിട്ട് കൊണ്ടുപോകണം. മെമ്മറി. It is a beautiful place. Happy New Year! വിസ്മയ ന്യൂസ്, വർക്കല.